അപ്പൊ ഓരോരുത്തരും അവരവന്റെ ധർമ്മം നിർവഹിക്കണം എന്നുള്ളത്, ആ ധർമ്മ നിർവഹണമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരം എന്നുള്ള അടിസ്ഥാന സിദ്ധാന്തം രാമായണവും നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു പുത്രൻ അച്ഛനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അച്ഛന്റെ വാക്കുകൾ പാലിക്കാനുള്ള രാമന്റെ പരിശ്രമം. പുത്രൻ എന്ന വാക്കിന് തന്നെ അർത്ഥം പുത് എന്ന നരകത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കുന്നവൻ, ത്രാണനം ചെയ്യുന്ന, അതാണ് പുത്രൻ. അപ്പൊ പുത്രൻ എന്നുള്ള ആ എന്താണ് പുത്രന്റെ ധർമ്മം? ഇത് അച്ഛനോട് മാത്രമല്ല, അമ്മയോടും. അവിടെ അച്ഛനെ മാത്രം എടുത്ത് ഈ സന്ദർഭത്തിൽ കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വളർന്നു വരുന്ന നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഈ അനുസരണവും ആജ്ഞകൾ പാലിക്കുവാനുള്ള മനോഗതിയും ഉണ്ടോ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം. അച്ഛൻ്റെ ആജ്ഞ ലംഘിക്കാൻ സാധ്യത, അമ്മയുടെ ആജ്ഞ ലംഘിക്കാൻ സാധ്യത, അത് ഓരോ കുടുംബത്തിനുമുള്ള ശിക്ഷണമായിരിക്കണം. അച്ഛൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നല്ല പ്രകടനം കൊടുക്കും, അതാണ് വഴി. അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷകൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു തലമുറ എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആകെ എണ്ണിച്ചുട്ടപ്പം പോലെ ഒന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം ചെയ്യോ? വളരെ വലിയ ആശങ്കയാണ്. അത്തരം ആശങ്ക വളരുന്ന തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യമില്ലാതെ ചെറിയ പ്രായം മുതൽ തന്നെ ശിക്ഷണം ചെയ്യണം. നമ്മുടെ എല്ലാം വീടുകളിലുള്ള ദുരന്തം, ഭക്ഷണം കഴിക്കാൻ എളുപ്പവഴിയായി ചില കുട്ടിയെ മയക്കുന്ന ചില യന്ത്രങ്ങൾ തുറന്നു വെച്ച് അമ്മയുടെ വാട്ടിന് പോയി അത് നോക്കി എവിടെ കഴിക്കുന്നു, എന്തോ ദഹിക്കുന്നു, എന്തോ ദഹിക്കാതിരിക്കുന്നു, അവസാനം എൻ്റെ അടിമയാകുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെ കുട്ടികൾ ഇത്തരം ദുഷ്ട പ്രവണതകളുടെ അടിമകളായി തീർന്നു കഴിഞ്ഞു. അച്ഛൻ പറയുന്നത്, അമ്മ പറയുന്നത് ഒന്നും മാനിക്കാത്ത തലയിൽ ഇന്ന് ആയിക്കഴിഞ്ഞു. നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. പോരാ, അത് പാടില്ല. അതുകൊണ്ട് കുടുംബങ്ങളിലെ അച്ഛനമ്മമാരെ ബഹുമാനിച്ച് വളരാൻ ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കുന്ന നമ്മുടെ പാരമ്പര്യം അത് നിലനിൽക്കണം. അച്ഛനെ ഭയമായിരിക്കും, അമ്മയെ ചെറിയ ഒരു സ്നേഹത്തോടു കൂടിയ ഒരു ഭയം. അങ്ങനെയാണല്ലോ വീടുകൾ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പോഴെന്തോ അച്ഛൻ വന്നാൽ ഓട്ടെ മോനെ അച്ഛനോട് പറയുന്നു, പാടില്ല. അതുകൊണ്ട് ഈ ഒരു കുടുംബ ബന്ധങ്ങളിലെ അച്ഛൻ്റെ അപ്രമാദിത്വം, അച്ഛൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാൻ കഴിയുന്ന മക്കൾ, അച്ഛനും അപ്പോൾ കർത്തവ്യം വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെയൊരു കുടുംബ സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സാഹോദര്യ ബന്ധത്തിന്റെ മഹനീയങ്ങളായ ഉദാഹരണങ്ങൾ നിങ്ങളെല്ലാം വായിച്ച് 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 ചർവിത ചർവണം എന്ന പോലെ തന്നെ മനസ്സിലാക്കി ഞാൻ ആവർത്തിക്കുന്നത്. അമ്മാവന്റെ അടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ തൻ്റെ മൂത്ത ചേട്ടൻ അർഹതയുള്ള സ്ഥാനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി എന്ന് അറിഞ്ഞപ്പോൾ അമ്മയെ ചീത്ത പറയാൻ പാടില്ല, പക്ഷെ ഭരതൻ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കും. അധർമ്മം ചെയ്ത തൻ്റെ അമ്മയോടുള്ള വിദ്വേഷം, അപ്പൊ ജ്യേഷ്ഠനോടുള്ള സ്നേഹപാരമ്യം. ലക്ഷ്മണനും വരട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, രാമനും സീതയും പോയാൽ മതി. സീത പോണോ മറ്റൊരു വിഷയം. അപ്പൊ രാമൻ പോകാൻ തീരുമാനിച്ചപ്പോ ലക്ഷ്മണൻ എന്തിനാണ് നിഴൽ പോലെ പോയത്? സാഹോദര്യത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ്. ഓരോ സന്ദർഭത്തിലും ലക്ഷ്മണന്റെ സ്വഭാവമുണ്ട്. നമ്മൾ പല സന്ദർഭങ്ങളിലും ലക്ഷ്മണൻ ചാടിയിറങ്ങും, പെട്ടെന്നാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം പിൻവലിച്ച് രാമൻ ലക്ഷ്മണനെ നയിച്ച് ആ 14 വർഷം ഒരുമിച്ച് കഴിഞ്ഞതായ ജീവിതത്തിലെ ചേട്ടാനിയന്മാരുടെ ബന്ധത്തിന്റെ സൗഭദ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ മരിച്ച വൃത്താന്തം അറിയിക്കാൻ പടയോടുകൂടി കാട്ടിലേക്ക് പോകുന്ന ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുവരാനാണ് പോകുന്നത്. ആ പോകുന്ന സന്ദർഭത്തിൽ കാട്ടിലേക്ക് എത്തി മുനിമാരുടെ സഹായത്തോടുകൂടി രാമൻ വസിക്കുന്ന സ്ഥലത്തിന് അടുത്തെത്തുമ്പോൾ രാമചന്ദ്ര ഭഗവാന്റെ കാലടി പാടുകളെ കണ്ട ഭരതന്റെ ആ ഒരു മാനസിക ഭാവവും വെപ്രാളവും തുഞ്ചത്തെഴുത്തച്ഛൻ വർണ്ണിച്ചത് ആ വിഷ്ണു ചക്രങ്ങളോടുകൂടിയ രാമന്റെ പാഠങ്ങൾ നിരത്തി കണ്ടപ്പോൾ അവിടെ കിടന്നു ഉരുളുന്നു, മണ്ണെടുത്ത് തലയിലിടുന്നു, എന്റെ ജീവിതം ധന്യമായി. ഇതെല്ലാം പറയിപ്പിക്കുന്നത്
ആ മൂത്ത ജ്യേഷ്ഠനോടുള്ള ബഹുമാനത്തിന്റെ പാരമ്യത അത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ കുടുംബങ്ങളിൽ ജ്യേഷ്ഠാന്യന്മാർ തമ്മിലുള്ള ബന്ധത്തിന് ഉള്ള സൗകുമാര്യം അവർ തമ്മിലുള്ള ബഹുമാനമാണ്, സ്നേഹമാണ്, പരസ്പരം സംരക്ഷിക്കാനുള്ള മനസ്സാണ്. ഈ രാജാവായി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പാതുകം ഏറ്റുവാങ്ങി, അങ്ങേ ഞാൻ പ്രതിനിധിയായി ഈ പാതുകം സിംഹാസനത്തിൽ വെച്ച് ഞാൻ പൂജ ചെയ്യുമെന്ന് പറഞ്ഞ് അയോധ്യക്ക് അകത്ത് പ്രവേശിക്കാതെ കോസല രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിൽ, നന്ദി ഗ്രാമത്തിൽ വെച്ച് പൂജ ചെയ്തു. അപ്പൊ അധികാര കസേരയ്ക്ക് വേണ്ടി ജ്യേഷ്ഠാന്യന്മാർ വടംവലി കൂടുന്ന, വെട്ടിക്കൊല്ലുന്ന, കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന പല സമൂഹങ്ങളുടെയും ചരിത്രങ്ങൾക്കിടയിൽ രാമായണം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് പദത്തിനും പദവിക്കും സ്ഥാനത്തിനും എല്ലാ പ്രാധാന്യം സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിനാണ്. അത് പക്ഷികളെ കൊണ്ടുപോലും നമ്മളെ പഠിപ്പിക്കുന്നു. വാനരന്മാരെല്ലാം സീതാന്വേഷണത്തിന് വേണ്ടി പുറപ്പെട്ട് അവസാനം എവിടെയും ചുറ്റിക്കറിഞ്ഞ് തെക്കേറ്റത്തെ കടൽത്തീരത്തെത്തി എവിടെയും കാണുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഗർഭവിരിച്ച് നമുക്കെല്ലാം മരിക്കാം എന്ന് തീരുമാനിച്ച് കിടന്നപ്പോ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ അവർ പറയുന്നു, ആ ജടായു എന്റെ ഭാഗ്യവാനാണ്. ജടായു എന്ന വാക്ക് കേട്ട മാത്രയിൽ ചെലവുകളെല്ലാം കഴിഞ്ഞ് അവശനായി കിടക്കുന്ന സമ്പാദി തലയെടുത്ത് ചോദിക്കണം, എന്താ നിങ്ങൾ ജടായുവിന്റെ പേര് പറഞ്ഞു? അവനെന്റെ സഹോദരനാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ പണ്ട് സൂര്യമണ്ഡലത്തിലേക്ക് പറന്നു പോയപ്പോ അവിടെ എത്താതായപ്പോ എന്റെ അടിയൻ മുന്നിലായിരുന്നു, അവന്റെ ചെറവ് കൈയാക്കിക്കാൻ ഞാൻ മുന്നിൽ കയറി, എന്റെ ചെറുകൾ കഴിഞ്ഞു. ഒരു സമ്പാദിയുടെ വാക്കുകളിൽ സാഹോദര്യത്തിന്റെ ഈ ഊഷ്മളമായ ബന്ധം, സഹോദരനെ സംരക്ഷിക്കാൻ ജ്യേഷ്ഠ സഹോദരന്റെ ത്യാഗം, അത് നമ്മൾ ബഹുമാനിക്കണം. ഈ ഒരു സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ ശ്രേഷ്ഠമായ ഉദാഹരണം, ശ്രേഷ്ഠമല്ലാത്ത ഉദാഹരണമാണ് ഭാര്യയും സുഗ്രീവൻ. അത് അപകടകരമാണ് എന്ന് നമ്മൾ രാമായണ കഥയിലൂടെ പഠിക്കുന്നു. ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ഭാരതീയമായ ചിന്ത ഭർത്താവിന്റെ ജീവിതത്തിന്റെ സംശുദ്ധിയും ഭാര്യയുടെ ജീവിതത്തിന്റെ സംശുദ്ധിയുമാണ്. ബ്രഹ്മചര്യം എന്നൊരു വാക്ക് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പാതിവൃത്യം എന്നൊരു വാക്ക് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ചില കാര്യങ്ങൾ ശീലമില്ലാതെയും പരിചയമില്ലാതെയും വന്നാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു ദിവസം കയ്യിലെത്തുന്ന പുറത്തേക്ക് കാറിൽ പോകുമ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി ചൂല് എടുത്തിട്ട് മുറ്റം നിൽക്കും. അപ്പോൾ വേറൊരു പ്രായമുള്ള ആ അടുത്തിട്ടുന്ന ആൾ ചൂല് എന്ന് പറയും. അപ്പൊ അയാൾ പറഞ്ഞത് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ ചൂല് ഇങ്ങനെ കാണരുത്, അത് മറച്ചു വെക്കണമെന്നാണ്. ഈ കുട്ടിക്ക് ഇത് ശീലമില്ല, അറിയുമില്ല. അവൻ ചൂല് അപ്പൊ ഇങ്ങനെ വിളിച്ചു. പാതിവൃത്യം എന്ന വാക്ക്, ബ്രഹ്മചര്യം എന്ന വാക്ക് ഒക്കെ ഇതുപോലെ അപ്രസക്തമായി അർത്ഥമില്ലാത്തതായി പോയി. ആ നിലയിലാണ് ഇന്നത്തെ സാമൂഹ്യ ജീവിതം. പട്ടണങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ചേഷ്ടകളും പെരുമാറ്റങ്ങളൊക്കെ തന്നെ ദുഃഖിപ്പിക്കുന്നതാണ്. നമ്മളെല്ലാം റോഡിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്ന മനുഷ്യ അവകാശത്തിന്റെ പേരിൽ ഉക്കിളിപ്പെടുത്തുന്ന വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വ്യക്തിഹത്യയിലേക്കും മരണത്തിലേക്കും എത്തുന്നതായ അനവധി സംഭവങ്ങൾ. ആ സന്ദർഭത്തിൽ കുടുംബ സംവിധാനത്തിനുള്ളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവന സീതാദേവിയിലൂടെ രാമായണം വരച്ചു കാണിക്കുകയാണ്. വിവേകാനന്ദ സ്വാമി ലോകം മുഴുവനുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് സീതാദേവി. തനിക്ക് അർഹമല്ലാത്തതിനെ ആഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്, വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങൾക്ക് പുറകെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വെറും ഒരു ലക്ഷ്മണ രേഖയിലൂടെ നമ്മളെ രാമായണം പഠിപ്പിക്കുക. എനിക്ക് അത് വേണം, ഇത് വേണം, വാഷിംഗ് മെഷീൻ വേണം, ഫ്രിഡ്ജ് വേണം. ഭർത്താവിന് കഴിയില്ലെങ്കിൽ പോലും അതെല്ലാം തനിക്ക് സ്വന്തമാക്കാനുള്ള ആഗ്രഹം, താല്പര്യം, അതുകൊണ്ട് വീട് കടത്തിലാകും. ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ പലയിടത്തും കാണുന്ന പ്രശ്നങ്ങൾ. അപ്പം ആഗ്രഹങ്ങളെ ചുരുക്കുക, ആഗ്രഹങ്ങളുടെ പുറകെ പോയി
നിയന്ത്രണങ്ങൾ ലംഘിച്ച് പെരുമാറിയാൽ അത് അപകടമുണ്ടാക്കും. ലക്ഷ്മണൻ ഈ ഒരു രേഖ വരച്ച് അതിന് പുറത്തേക്ക് കടക്കരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടും പൊന്മാനെ കൈക്കലാക്കാനുള്ള സീതയുടെ മനസ്സ് എത്ര വലിയൊരു വിപത്താണ് വലിച്ചു വരുത്തിയത്. ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന അപകടകരമായ പരിണാമങ്ങൾ ഇത്തരം ചില ആഗ്രഹങ്ങളുടെ ദുഷ്പരിണാമങ്ങൾ നമ്മൾ പഠിപ്പിക്കുക. അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത്. മുതിർന്നവർ ഉപദേശിച്ചതിനെ ലംഘിച്ചുകൊണ്ട് പെരുമാറരുത്. അങ്ങനെ പെരുമാറിയാൽ എന്ത് സംഭവിക്കും? രാവണൻ പിടിച്ച് സീതാദേവിയെ കൊണ്ടുപോയി അവിടെ അശോകവനത്തിൽ ഇരുത്തി. ഈ രാവണൻ തന്റെ പരാക്രമവും തന്റെ വ്യക്തിത്വം ഒക്കെ പറഞ്ഞ് രാവണൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞ് സീതാദേവിയെ കൈക്കലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒറ്റക്കാണെങ്കിലും സീതാദേവിയുടെ തപോബലം, സീതാദേവിയുടെ പാതിവൃത്യത്തിന്റെ കരുത്ത് പറയുന്നുണ്ട് മണ്ഡോദരി. അവർ ശരിക്കൊന്ന് നോക്കിയാൽ ഈ ഭസ്മമായിപ്പോ. കാരണം അത്രയും വലിയ പാതിവൃത്യത്തിന്റെ ശക്തി സീതാദേവി. രാവണനെല്ലാം വർദ്ധിച്ചു നിൽക്കുന്ന വ്യക്തിയെ പോലും വെറും ഒരു പുല്ലുപോലെ എനിക്ക് നീ ഉള്ളൂ എന്ന് പറയുവാനുള്ള ധൈര്യം ഈ പാതിവൃത്യത്തിന്റെ ഫലമാണ്. ഹനുമാൻ പോയി എനിക്ക് വേണമെങ്കിൽ അമ്മയെ എടുത്തുകൊണ്ടുപോവാ, അത്രയും കരുത്തുണ്ട്, കരുത്തൊക്കെ കാണിച്ചു. പക്ഷെ സീതാദേവി പറയുന്നത് എന്റെ ഭർത്താവിന്റെ ഭരണരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കരുത്ത് ലോകം കാണട്ടെ. വെറും നൂതനാണ്. ഇപ്പൊ രാമചന്ദ്ര ഭഗവാൻ വന്ന് രാവണനെ നിഗ്രഹിച്ച് എന്നെ കൊണ്ടുപോകുമ്പോഴാണ് ലോകം രാമനെ മാനിക്കുന്നത്. ഒരു മെസ്സഞ്ചറെ അയച്ചിട്ട് ആ മെസ്സഞ്ചർ അവിടെ നിന്ന് സീതയെ എടുത്തു കൊണ്ടുവന്നാൽ അത് രാവണന് ഭൂഷണമല്ല. അപ്പൊ തന്റെ പതിക്ക് ഭൂഷണമായതേ ചെയ്യാൻ പാടില്ല, പേര് കിട്ടുന്നതേ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പത്നിയുടെ മാതൃകാപരമായ ജീവിത ചിന്തകൾ, വ്യവഹാരങ്ങൾ, ഭാവനകൾ അത് നമുക്ക് രാമായണത്തിലെ ഈ ബന്ധം, പതിയും പത്നിയും തമ്മിലുള്ള ബന്ധം. കാട്ടിലേക്ക് രാമൻ പോകാൻ തീരുമാനിച്ചപ്പോ സീതാദേവി കൂടി ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ രാമൻ അതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഭർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ ഈ കല്ലും മുള്ളും മൃഗങ്ങളൊക്കെ എനിക്കെന്ത് പ്രശ്നമാണ്. വീണ്ടും രാമൻ നീ വരണ്ട എന്ന് പറയുമ്പോൾ സീതാദേവി ഉയർത്തുന്ന ഒരു വാദം പാണിഗ്രഹണ മന്ത്രം അന്ന് മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ വൈദികമായ വിവാഹ സംസ്കൃതിയിൽ പാണിഗ്രഹണ മന്ത്രത്തിൽ പറയുന്ന ആശയങ്ങൾ, അതിനുശേഷമുള്ള സപ്തപതിയിൽ പറയുന്ന ആശയങ്ങൾ, അത് ഏത് പരിതസ്ഥിതിയിലും ഭാര്യയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിവാഹ ചടങ്ങിൽ പള്ളിയിൽ പോയാൽ ഞാൻ ഉണ്ടില്ലെങ്കിലും നിന്നെ കൂട്ടും, ഞാൻ ഉടുത്തില്ലെങ്കിലും നിന്നെ ഉടുപ്പിക്കും എന്നൊക്കെ പറയുന്ന വളരെ കിങ്കക്കാടന്റെ പാട്ട് പോലുള്ള ടിബിൾ എന്ന് പോലെയുള്ളൂ. അത് ഇതിനേക്കാൾ എത്രയോ ഉന്നതമായ ആശയങ്ങളാണ് സപ്തപതി മന്ത്രത്തിൽ ഉരുക്കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ കൈപിടിച്ച് തന്നപ്പോൾ നമ്മളെ ആശംസിച്ച മന്ത്രങ്ങൾ മറന്നു പോകരുത്. ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കാനുള്ളതല്ല. ഏത് പരിസ്ഥിതിയിലും ഭർത്താവിനോടൊപ്പം നിൽക്കേണ്ടവളാണ് ഭാര്യ. അതാണ് പത്നിയുടെ ധർമ്മം. ദുഃഖത്തിലും കഷ്ടത്തിലും കൂടെ നിൽക്കണം. ഈ ഒരു ഭാരതീയ സ്ത്രീത്വത്തിന്റെ ആശയഗതി സീതാദേവി അവിടെ ഈ വരികളിലൂടെ പറയുകയാണ്. കുടുംബത്തിൽ നമുക്ക് ഉദാഹരണമാണ്. ദുഃഖം വരുമ്പോഴും ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതല്ല ഒരു പത്നിയുടെ ധർമ്മം. തിരിച്ചും ഈ പരസ്പര ആശ്രിതമായ കുടുംബ ബന്ധം, പരസ്പര പൂരകമായ കുടുംബ ബന്ധം, ഇതാണ് ഭാരതീയമായ കുടുംബ ദർശനം. ജ്യേഷ്ഠൻ തെറ്റായ വഴിയിൽ പോകുമ്പോൾ വിനയപൂർവം അനുജൻ ഉപദേശിക്കാം. നമ്മൾ കാണുന്നു വിഭീഷണന്റെ കാര്യം, കുംഭകർണന്റെ കാര്യം. ജ്യേഷ്ഠൻ തെറ്റ് ചെയ്താൽ ഉണ്ടാതിരുന്നോളം അനുജൻ എന്നില്ല. ന്യായങ്ങൾ നിരത്തി ധർമ്മത്തിന്റെ പാതയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. പക്ഷെ രാവണന്റെ ചന്ദ്രഹാസം ഇളക്കിയിട്ടുള്ള ആജ്ഞകൾക്ക് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലും ചിലപ്പോൾ ജ്യേഷ്ഠൻ തെറ്റായ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് അനുജൻ ചിന്തിക്കേണ്ടതില്ല. അനുജൻ ഉപദേശിക്കാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ സ്വയം നേടിയെടുത്തിട്ടുള്ള ആർജവം കൊണ്ട് ജ്യേഷ്ഠനോട് വിനയപൂർവ്വം കാര്യങ്ങൾ പറയാനുള്ള അധികാരം അനുജനുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു കുടുംബ ബന്ധത്തിലെ പരസ്പര പെരുമാറ്റങ്ങളുടെ മൂല്യങ്ങൾ നമുക്ക് രാമായണത്തിൽ നിന്ന്
മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വാനരന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നു, പക്ഷികളെ കൊണ്ട് ചെയ്യിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ഒരു 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 ശ്ലോകം, ആ തപസ് എന്നുള്ള ആശയത്തെ ഞാനിവിടെ പറയുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും വാചികവുമായ തപസ് ചെയ്യണം എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. അതിന് ശാരീരികമായ തപസ്സിൽ ദേവദ്വിജുഗുല പ്രാജ്ഞ പൂജനം എന്ന് പറയുന്ന വരിയുണ്ട്. അപ്പൊ കുടുംബങ്ങളിൽ, നമുക്ക് ഹിന്ദു കുടുംബങ്ങളിൽ മുതിർന്നവരെ ആദരിക്കണം, സന്യാസിമാരെ ആദരിക്കണം. ലോകം മുഴുവൻ വർദ്ധിക്കുന്നതായ ഈ സൂര്യവംശ രാജാക്കന്മാർ, ദശരഥനും രാമനും എല്ലാവരും തന്നെ വസിഷ്ഠനെ കാണുമ്പോൾ, വിശ്വാമിത്രനെ കാണുമ്പോൾ, അഗസ്ത്യനെ കാണുമ്പോൾ, നാരദരെ കാണുമ്പോൾ കാണിക്കുന്നതായ ഭക്തിഭാവം, പൂജ മനസ്സ്, എഴുന്നേറ്റ് നിൽക്കുന്നു, ഉപചാരങ്ങൾ നൽകുന്നു, ബഹുമാനിക്കുന്നു. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ രാജാവിനല്ല കരുത്ത്, രാജാവിനെ പോലും നിയന്ത്രിക്കുന്നത് ഈ ധർമ്മദണ്ഡാണ്, ഈ സന്യാസി സമൂഹമാണ്, ഋഷീശ്വരന്മാരാണ്. ഇത് ഭാരതീയ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തെയാണ് അടുത്ത കാലത്ത് നമ്മൾ പുനർജീവിപ്പിച്ചത്. നമുക്ക് ഓർമ്മയുണ്ട്, ഈ 200 കൊല്ലം നമ്മുടെ തെക്കൻ ഭാരതം ഭരിച്ച ചോള രാജാക്കന്മാർ അവരുടെ ഭരണം മാറുന്ന സമയത്ത് ചെങ്കോൽ, ധർമ്മദണ്ഡ് അത് കൈമാറാറുണ്ട്. ധർമ്മദണ്ഡോസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഋഷീശ്വരന്മാർ അവരുടെ തലയിൽ ഈ ചമതം കൊണ്ടടിച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനർത്ഥം ഋഷിയാണ് പ്രധാനം, സർവസംഘ പരിത്യാഗിയായ സന്യാസിയാണ് പ്രധാനം, അധികാരത്തിന്റെ പ്രവർത്തനായ രാജാവല്ല. ഈ പാരമ്പര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നെഹ്റുവിന്റെ വാക്കിംഗ് സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആനന്ദവാനിൽ ഏതോ ഒരു മൂലക്ക് വെച്ചിരിക്കുകയായിരുന്നു ഈ ചെങ്കോൽ. നമുക്ക് പുറത്തേക്ക് വന്നു. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പാർലമെന്റിന്റെ പുതിയ മന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് സ്ഥാപിച്ചു. ഇത് ഈ മൂല്യങ്ങളുടെ സ്ഥാപനമാണ്. ഭരണാധികാരി ആണ് പ്രധാനം, അധികാരമുള്ളവരാണ് പ്രധാനം എന്നുള്ളതിനേക്കാൾ ഒരു അധികാരവും ഇല്ലാത്ത അറിവിന്റെയും ജ്ഞാനത്തിന്റെയും തപസ്സിന്റെയും പ്രതിനിധികളായ ഋഷീശ്വരന്മാരാണ് പ്രധാനം. അതുകൊണ്ട് നമ്മൾ കാണുന്നു, രാമൻ വനത്തിൽ പോകുമ്പോൾ ഓരോ ഋഷിയെ കാണുമ്പോഴും പൂജിക്കുന്നു, എഴുന്നേൽക്കുന്നു, നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു. ഇത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഉണ്ടാകേണ്ട സംസ്കാരമാണ്. അറിവുള്ളവരെ, ശ്രേഷ്ഠന്മാരായവരെ ബഹുമാനിക്കാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളും അത് അനുഷ്ഠിക്കണം. കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ ചെയ്യണം. കിണറ്റിൽ ഉണ്ടായിട്ട് വേണ്ടേ കൊട്ടക്കോരി എന്നൊരു വാക്ക് പഴയ മലയാളത്തിലുണ്ട്. കൊട്ടക്കോരി എന്ന് പറഞ്ഞാൽ പാളം കൊണ്ടൊക്കെ കുത്തിയിട്ട് ഇന്നത്തെ ബക്കറ്റ്. കിണറ്റില്ലെങ്കിൽ പിന്നെ എവിടെ കൊട്ടക്കോരി ഉണ്ടാവും? അമ്മയും അച്ഛനും അനുഷ്ഠിച്ചില്ലെങ്കിൽ മക്കൾ എവിടെ നിന്ന് അനുഷ്ഠിക്കും? ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോ ഞാൻ ഓർക്കുവാണ്, കേരളത്തില് ഈ ശിവഗിരി മഠത്തിൽ വലിയ കലഹമൊക്കെ ഉണ്ടായ കാലത്ത് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്വാമിയെ കുറച്ചു കാലം ഞങ്ങളൊക്കെ സംരക്ഷിച്ചു. അദ്ദേഹമായിട്ട് ചില പ്രധാന കുടുംബങ്ങളിൽ പോകും. ധനികനാണ്, ആ മഠവുമായി ബന്ധപ്പെട്ട സമുദായത്തിന്റെ പ്രതിനിധികളാണ് എന്ന് അറിയുന്നവരാണ്. പക്ഷെ സ്വാമിയെ കാണുമ്പോൾ കൈപിടിച്ച് ക്ഷയിക്കലാണ് ചെയ്യുന്നത്. നമ്മൾ മറന്നുപോയി സന്യാസിമാരോട് എങ്ങനെയാണ് വ്യവഹരിക്കേണ്ടത്. അതിനേക്കാൾ ഉയർന്ന നിലയിലുള്ള ഋഷീശ്വരന്മാർ, ഈ ഈശ്വര സാക്ഷാത്കാരം നൽകിയിട്ടുള്ള മഹജ്ജനങ്ങൾ, അവരെ ബഹുമാനിക്കുവാനുള്ള പാരമ്പര്യം, സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിലേക്ക് വളർത്തണം. അതിഥി അതിന്റെ ലക്ഷണമാണ്. അതിഥി ദേവോ ഭവ എന്നുള്ളത് കേവലം ഒരു മന്ത്രം മാത്രമല്ല, ആചരണത്തിലുണ്ടാകും. അപ്പൊ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് 1.5 മണിക്കൂർ നിങ്ങളെ ഉപദ്രവിക്കാതെ ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും ഹിന്ദു ധർമ്മത്തിന്റെ അനുസ്യൂതമായ നിലനിൽപ്പിന് ഇത്തരം ഗ്രന്ഥങ്ങളെ പഠിക്കേണ്ടതും അത് ജീവിതത്തിൽ പകർത്തേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ടാണ് 1982 മുതൽ നമ്മൾ ഈ രാമായണ മാസം എന്നൊരു ആചരണം പുനർജീവിപ്പിച്ചു. മുൻപ് ചില കുടുംബങ്ങളിൽ മാത്രമേ വായിച്ചിരുന്നു. എല്ലാ സമുദായത്തിലും എല്ലാ പരിസ്ഥിതിയിലുള്ളവർക്ക് വായിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ധരിച്ചിരുന്നത്.
അതിൽ നിന്ന് മാറ്റം വരുത്തി സാർവത്രികമായി രാമായണത്തെ ആശ്രയിക്കാൻ നമ്മളൊരു പരിതസ്ഥിതി ഇപ്പോഴുണ്ടാക്കി. രാമായണ മാസം. എനിക്ക് തോന്നുന്നു ഇന്ന് വാട്സപ്പ് മാത്രം, ഭാഷ മാത്രം വശമുള്ള പുതിയ തലമുറയ്ക്ക് രാമായണം വായിച്ചത് അല്പം മലയാളം മനസ്സിലാകും. സുന്ദരകാന്ഡമൊക്കെ വായിച്ചാൽ നാട്ടിൻ്റെ ഉളുക്കൊക്കെ മാറും. മലയാള ഭാഷ കൊണ്ട് കോൽക്കളി കളിക്കാണ് തുഞ്ചത്ത് എത്തിച്ചത്. എന്തൊരു ഗംഭീരമാണ്, എന്തൊരു അർത്ഥപുഷ്ടിയാണ്. ഞാൻ 10-40 കുട്ടികളുടെ ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു വാക്ക്, ഒരു കഷ്ണം പറയാം, ബാക്കി നിങ്ങൾ പറയണം എന്ന്. ഞാൻ ഇത് കപോലകൽപിതമായി ഉണ്ടാക്കി പറയല്ല. ഞാൻ പറഞ്ഞു താൻ നിരന്തരം എന്ന് പറഞ്ഞു നിർത്തി. ബാക്കി പറയാൻ പറഞ്ഞു കുട്ടികളോട്. ഇന്നത്തെ തലമുറയുടെ പ്രതിസന്ധി അത്തരം ഒരു മലയാള വാക്കുകളുടെ ഉക്തികളും അറിയില്ല. രാമായണത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ, ഭാഗവതത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ അതൊന്നും പഠിപ്പിക്കാൻ പാടില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മലയാള ഭാഷയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വരികൾ, ചെറുശ്ശേരിയുടെ വരികൾ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വരികൾ, ഭക്തിപൂർണമായ വരികൾ, ഇതൊന്നും പഠിക്കാൻ പാടില്ല. മതേതരത്വം തകർന്നു. അതുകൊണ്ട് അക്കിത്തം അമ്പാടിക്കണ്ണന്റെ ചേരാണ് എന്നൊരു കവിതയിലെ ഒരു വരി അത് പാഠപുസ്തക കമ്മിറ്റി മാറ്റി ഞാവൽപ്പഴത്തിന്റെ ചേരാണ് എന്നാണ്. അമ്പാടിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ മതേതരത്വം തകർന്നു. അപ്പൊ ഭാരതവർഷത്തിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഓടിക്കളിച്ച ഈ മണ്ണിൽ ഭാരതത്തിന്റെ സംസ്കൃതിയെ നെയ്തെടുത്ത ഈ അവതാര പുരുഷന്മാരെ സ്മരിക്കാത്ത എന്ത് വിദ്യാഭ്യാസമാണ്, അതിലൂടെ എന്ത് സംസ്കാരമാണ് പകരാൻ കഴിയുക? അതുകൊണ്ട് ഇന്നത്തെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ നമ്മുടെ കുട്ടികളെ രാമായണം ശീലിപ്പിക്കണം. നമ്മൾ വായിക്കണം, മലയാള ഭാഷയിലെ വാക്കുകൾ പഠിക്കണം. എന്താ? തവളയെ പിടിച്ച പാമ്പ് അതിന്റെ വായ്ക്കകത്ത് തവളയെ ആക്കി പകുതിയാക്കിയിട്ട് ആ തവള പറന്നു പോകുന്ന പാറ്റിയെ പിടിക്കാൻ പോകുന്നത് വരെ ചക്ഷുശ്രവണകരസ്ഥമാന്തരം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നത് പോലെ എത്ര വലിയ മോഹങ്ങളിൽ നിന്ന് വിമുക്തമാകാനുള്ള സന്ദേശമാണ് ചെറിയ ചെറിയ വരികളിലൂടെ. കാരണം പ്രായോഗികമായ കാര്യങ്ങളും പറയാം. ഇന്നിപ്പോ നമ്മൾ വായിച്ച ഭാഗത്ത് ഈ ഇതിനൊക്കെ തയ്യാറാകുമ്പോൾ ഉടനെ തന്നെ ശ്മശ്രുനിരന്തരന്മാരെ വരുത്തി എന്നാണ് പറയുന്നത്. ക്ഷൗരക്കാരനെ വരുത്തി എന്നാണ്. ഈ കാട്ടുപോയി ഒക്കെ വന്നവർ അതൊക്കെ പഠിച്ചിട്ട് വേണം ഈ നടപടി ചെയ്യാൻ. പ്രായോഗികമായ എന്തെല്ലാം കാര്യങ്ങളാണ്. രാവണൻ യുദ്ധത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി മന്ത്രിമാരുടെയൊക്കെ യോഗം കൂടിയപ്പോ 3 തരം മന്ത്രണത്തെ പറ്റി അവർ പറയണം. മന്ത്രണം എന്ന് പറഞ്ഞാൽ യോഗം, അമ്പല കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇല്ലേ. അപ്പൊ ഒന്നാമത്തെ നല്ല മന്ത്രണം, ഉത്തമമായ മന്ത്രണം എന്താണ്? ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്ദേശത്തെ വിജയിപ്പിക്കത്തക്കവണ്ണം എല്ലാവരും കൂടി കൂട്ടായി ചർച്ച ചെയ്ത് ഇത് നമുക്ക് വിജയിപ്പിക്കണം എന്ന് തീരുമാനിക്കലാണ് ഒന്നാമത്തെ ഉത്തമമായ മന്ത്രം. രണ്ടാമത്തത് അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പറയും, വലിയ ചർച്ചകളൊക്കെ നടക്കും. അതിനുശേഷം എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നമുക്ക് വിജയിപ്പിക്കണം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ മന്ത്രം. മൂന്നാമത്തത് ചർച്ച ചെയ്ത് ഒരാൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞ് ഒരാൾ പറഞ്ഞത് മറ്റേയാളെ ഗണ്ണിച്ച് അവസാനം വാക്കായി പിരിഞ്ഞു പോകുന്നത്. നമ്മുടെ നാട്ടുപുറത്ത് ചില അമേരിക്കൻ വെച്ചൊക്കെ ഇങ്ങനെയുണ്ടാകും. ഈ മൂന്നാമത്തെ തരം മന്ത്രണം ഇതെല്ലാം രാജനീതിയുടെ ഭാഗമാണ്. പൊളിറ്റിക്കൽ സയൻസ് നമ്മുടെ ഭാരതത്തിൽ രൂപപ്പെട്ടതിന്റെ ഭാഗമാണ്. ഇങ്ങനെ രാമായണത്തിനും അതിനെ ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നമ്മൾ വളർത്തിയെടുക്കുന്നു. ഇത് ഹിന്ദുധർമ്മത്തിന്റെ മഹനീയമായ സനാതനത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. ഒരിക്കലും നശിക്കാതെ, ആര് പരിശ്രമിച്ചാലും നശിക്കാതിരിക്കണമെങ്കിൽ കുടുംബം നിലനിൽക്കണം. കുടുംബത്തിൽ സംസ്കാരം വേണം. കുടുംബത്തിലെ പേരുകൾക്കൊക്കെ അർത്ഥം. അടുത്ത ഒരു കുടുംബക്കാരനോട് പറഞ്ഞു 2 മക്കൾ തമ്മിൽ കലഹാണ്. 2 മക്കളുടെ പേരിനെ പറ്റി ഞാൻ അറിയാം. ഒരുത്തന്റെ പേര് ലാബു എന്നാണ്, ഒരുത്തന്റെ പേര് ബാലു എന്നാണ്. ബാലു എന്നുള്ള പേരിനെ തിരിച്ചിട്ടിട്ട് അടുത്തവരെ പേരിട്ടു. പിന്നെ ഭാവിയിൽ എന്ത് സംഭവിച്ചു? വലിയ കണ്ടുപിടുത്തങ്ങളാണ്. പാരമ്പര്യത്തെ മറന്നുകൊണ്ടുള്ള പേരുകൾ. May 2 ജയിച്ചതുകൊണ്ട് മേട്ടു എന്ന് പേര്. എന്ത് കണ്ടുപിടുത്ത? 3 ആൺകുട്ടികൾ, 4ാമത്തെ പെൺകുട്ടിയാണ്. അതുകൊണ്ട് മീശയില്ല, പെണ്ണല്ലേ, അതുകൊണ്ട് ഷമി എന്ന് പേരിട്ടു. മീശാനുള്ള തിരിച്ചിട്ടു. എന്തൊക്കെ ഇതുപോലെ വീടുകൾ. ഹിന്ദു ധർമ്മത്തിന്റെ ത്രസിക്കുന്ന പേരുകൾ. പേര് കേട്ടാൽ തന്നെ ഇത് ഹിന്ദുവാണോ എന്ന് അറിയണം. അങ്ങാടി വരുന്നോ പച്ച വരുന്നോ എന്ന് അറിയാത്ത പേരുകൾ. ന എന്നൊരു വീട്ടിന്റെ പേര്.
NAP. അദ്ദേഹത്തിന് വലിയ ആശയമുണ്ട്. അദ്ദേഹത്തിന്റെ 3 പെൺമക്കളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷര നിഷ, അനില, പ്രവീണ. പക്ഷെ കാണുന്ന ഇതെന്താ നാപ്പ്, നേരെ വിളിച്ച് വൈകുണ്ഠം എന്നോ എന്തെല്ലാം മനോഹരമായ പേരുകൾ ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ നാമകരണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു സംസ്കാരമാണ്. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവന്റെ ഒക്കെ പേര് ദുർമുഖൻ, അദ്വൈതെന്നൊക്കെയാണ്. സത്പ്രവൃത്തികൾ ചെയ്യുന്നവന്റെ പേര് അതുപോലെയാണ്. അത്തരം പേരുകൾ എടുക്കണം. പുരാണത്തിന് ശ്രേഷ്ഠമായ പേരുകൾ എടുക്കണം. സന്താനങ്ങൾ ഒക്കെ ഇങ്ങനെ നമ്മളെ അവസാനിപ്പിക്കാം. ഹനുമാൻ ഒന്ന് ദൂതനായിട്ട് സംസാരിക്കുമ്പോ ആരാന്നറിയില്ല, വധുവിന്റെ വേഷത്തിൽ വന്ന് പിന്നെ ഹനുമാനെ പറ്റി പറയുന്നത് നോക്കും. അവൻ നല്ല ബുദ്ധിമാനാം പണ്ഡിതനുമാണെന്ന് തോന്നുന്നു. അവന്റെ ഉച്ചാരണത്തിൽ എവിടെയും കുഴപ്പമില്ല. നമ്മുടെയൊക്കെ മലയാള ഭാഷ, ഞാൻ മലബാറിൽ ജനിച്ചവരാണ്, ഞങ്ങളൊന്നും ആശാൻ കളരി പോയിട്ടില്ല. ഇന്നിവിടെ വായന നടത്തിയവരും പാടിയവരൊക്കെ തന്നെ മനോഹരമായിട്ട് ഉച്ചരിച്ചു. എല്ലാ പദങ്ങളും, സങ്കീർണമായ പദങ്ങളും മനോഹരമായി ഉച്ചരിച്ചു. കാരണം പണ്ടിവിടെ ആശാൻ കളരി ഉണ്ടായിരുന്നു. ഉച്ചാരണം ശീലിച്ചിട്ടാണ് വന്നത്. മാതൃഭാഷയോട് ബന്ധമുണ്ട്. ഇന്ന് നമ്മൾ മാതൃഭാഷയെ ഉപേക്ഷിച്ചിട്ടാണ് കുടുംബങ്ങളിലെല്ലാം ജീവിക്കുന്നത്. സമ്പത്തുള്ളവർക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാലേ മതിയാകും. നിങ്ങളൊക്കെ ഉയർന്ന ക്ലാസ്സിലൊക്കെ തീവണ്ടിയിലോ വിമാനത്തിലൊക്കെ പോകുമ്പോൾ അമ്മയും മക്കളും ഇംഗ്ലീഷിൽ സംസാരിക്കും. അക്കിത്തം പണ്ട് പാടിയിട്ടുണ്ടല്ലോ, സോറി, കുഞ്ഞുണ്ണി മാഷ്, കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി വേറെ ഇംഗ്ലണ്ടിലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കളി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇംഗ്ലീഷുകാരനൊക്കെ പോയിട്ടും അമ്പലത്തിന്റെ ഭണ്ണാരപ്പെട്ടിയുടെ മുകളിൽ ഡൊണാക്ഷൻ ബോക്സ് എന്ന് എഴുതിയത് ഏത് സാഹിബാണ് അവിടെ ഭണ്ണാരത്തെ പേരിലാണ്. ഇത്തരം തെറ്റായ സ്വഭാവങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് മാറ്റുക. ഇംഗ്ലീഷിലാണ് നമ്മുടെ മലയാള ഭാഷ, വേണമെങ്കിൽ അതിന്റെ അമ്മയായ സംസ്കൃത ഭാഷ. വീടിന്റെ മുന്നിൽ ഓം നമോ നാരായണായ എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് ഒരാൾ വന്നപ്പോൾ വായിച്ചു അത്രേ, ഓമന മോൻ അരയണയാ എന്ന്. അങ്ങനെ എഴുതുന്നത് പോലെ വായിക്കുന്നത് പോലെ പറയാത്ത ഈ അക്ഷരമായ കുറവുള്ള ഭാഷയുടെ പുറകെ നമ്മൾ എന്തിനു പോകണം? മനോഹരമായ മലയാള ഭാഷയെ ആശ്രയിക്കാനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഈ രാമായണത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കുടുംബങ്ങളെ ഭാഷാശുദ്ധിയുള്ള, സംസ്കാരശുദ്ധിയുള്ള കുടുംബ സംസ്കാരങ്ങളെ പുലർത്തുന്നവരാക്കി തീർക്കാൻ രാമായണം സഹായിക്കട്ടെ. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഞാൻ ആ ശ്ലോകത്തിൽ അവസാനം ചൊല്ലിയത് നമ്മുടെ എല്ലാം രാമായണ പാരായണ സംസ്കാരത്തിൽ കേരളത്തിൽ ഒരു പദ്ധതിയുണ്ട്. രാമായണം വായിക്കുന്ന വീടുകളിൽ ഒരു പലകയോ ഒരു മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസനമോ അവിടെ വേറെ വെക്കും. കാരണം അവിടെ എത്ര എത്ര രഘുനാമകീർത്തനം തത്ര തത്ര നടമസ്തകാന്തിൽ, എവിടെയെല്ലാം രാമന്റെ നാമം കേൾക്കുന്നു, രാമന്റെ കഥ പറയുന്നു, അവിടെ ഒരാൾ കൈകൂപ്പി കണ്ണുകളിലൂടെ ധാരധാരയായി വെള്ളമൊലിപ്പിച്ച് തലകുനിച്ച് വീഴുക. ഈ സഭയിലും ആ മാരുതിയുടെ സാന്നിധ്യം ഉണ്ടാകാം. ആ മാരുതി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് രാമന്റെ നാമം കൊണ്ട് മാത്രം കടൽ കടന്ന ആ ഒരു രാമദാസൻ, രാമഭക്തൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ സത്പ്രവൃത്തികളിൽ ഉത്തരോത്തരം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.